സത്യം മുഖത്ത് വന്നടിക്കുമ്പോ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക, ഈ ലോകത്തിനാകെ ഇരുട്ടാവില്ല എന്നതാണ്. സർ, ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ. സർ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമയിൽ ഒരു രംഗമുണ്ട്. അപകടം പറ്റിയിട്ട് ആള് കിടക്കുമ്പോ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട്, ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന്. ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ്. ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞു, SITയിൽ പൂർണ്ണ തൃപ്തി. നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല. ആരോടാണ് പറയുന്നത്? ഇത് പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ ഉറ്റമിത്രമായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ വിശ്വ ഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ്. അവരൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ. BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, അവരോടാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, ദേവസ്വം ബെഞ്ച് പറഞ്ഞത്, നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന്. സ്വാഭാവിക ജാമ്യം ലഭിച്ചത് കൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല. ആരാ പറയുന്നത്? ദേവസ്വം ബെഞ്ചാണ്. ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന, അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച്. ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. അതാണ് അദ്ദേഹം ധരിക്കുന്നത്.